കയ്യടിയും ആവേശമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണോ വിചാരം? കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അടി കിട്ടുന്നേക്കാളും നല്ലത് കൊടുക്കുന്നില്ല. എനിക്ക് പേടിയാവും. തൊട്ടേനും പിടിച്ചുണക്കി പൊട്ടിത്തെറിക്കുന്ന നിന്റെ ഈ സ്വഭാവം. തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലേ, അത് മാറിക്കോളും. ഫൈനൽ ഇയർ ആണെന്നൊരു വിചാരം വേണം. എക്സാംസ് പാസ്സാവണം, ജോലി കിട്ടണം. എന്റെ അപ്പൻ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തിന്? നിന്നെ കെട്ടാൻ. എന്താ വേണ്ടേ? വേണോ? അഞ്ജലി, വീട്ടിലൊരു സാധനം വെച്ചാ വെച്ചിടത്ത് കാണില്ല. അഞ്ജലി, അഞ്ജലി, വിളിച്ചാലും രാവിലെ തുടങ്ങിയ അതെങ്ങനെയാണ് നാട്ടിൽ റോട്ടിൽ നടന്ന സാധനം തുറക്കി വീട്ടിൽ കൊണ്ടുപോകും? എന്ത് സാധനം? കാറിന് കീയോടെ. അതിനെന്തിനാ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? സമാധാനത്തിൽ നോക്കിയാ പോരെ. ദേഷ്യം പിടിച്ചില്ലല്ലോ. കാറിന് കീയോടെ തന്നെ ചോദിച്ചേ. ഹലോ, ലേറ്റ് ആയ? ഞാനും ലേറ്റ് ആയി. യെല്ലോ യെല്ലോ മനസ്സിലാക്കി. ഇതൊന്നായിട്ട് പുസ്തകത്തിനകത്ത് അടയ്ക്കേണ്ട. പകുതി പുസ്തകത്തിലും പകുതി ATM കാർഡും അടക്കി. അക്കൗണ്ടുള്ള മുഴുവൻ ATM കാർഡ് ഉണ്ട്. പറ്റൂല. പുറക്കാര് ലക്കില്ല അകാനില്ലാതെ പൈസ എടുത്ത് നശിപ്പിച്ചാല്. എന്റെ മോനെ ബഷീർ ഭയങ്കര സാധനമാണ്. പിന്നെ ഇതിന്റെ അകത്ത് 1000 ഉറുപ്പ്യ അടിച്ചു കഴിഞ്ഞാൽ 500 ഉറുപ്പ്യ കിട്ടും സിസ്റ്റാക്കാൻ പറ്റുക. ഇവിടെ അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. ഇനിയിപ്പോ എന്ത് ബാങ്ക് ഇഷ്ടമുള്ള ബാങ്ക് ഉണ്ടോ? ഞാൻ പോയോ പറ്റേ. ശരിയായില്ല. നോക്കി എന്താണ് പ്രകാശ? ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയത് ശരിയായിട്ട്. ഇതിന്റെ തുമ്പ് ഉണ്ടാവണം. എന്താണ് ചേട്ടാ? അല്ല തെളിയുന്നില്ല. ഇത് വെച്ചു. താങ്ക്സ് ചേട്ടാ. അല്ല സാറേ, അക്കൗണ്ട് നമ്പർ കേട്ടാക്കോളാം. വലിയൊരു 14 കോളം. ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്താലും വലത്തുനിന്ന് ഇടത്തോട്ട് ചെയ്താലും 5 കോളം പിന്നെ ബൈക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്യാ? സാറാ അക്കൗണ്ട് നമ്പർ എഴുതി സാറേ. ഓ, അത് മതിയല്ലേ? ചത്തിട്ടില്ല. ഒന്ന് ബാങ്ക് വരെ വന്നതാ. തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാദം. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ? സാർ അക്കൗണ്ടിലിട്ടിരുന്നോളൂ. അവിടെ പ്ലീസ്, അവിടെ ഇരുന്നോളൂ.
എടുത്തു, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സർ, കൻ ഐ ഹെൽപ്പ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്, FD ഇടണം ഭാര്യയുടെ പേരിൽ. സാർ, ഇവിടെ കുറച്ച് തിരക്കുകളുണ്ട്. ഇറങ്ങണം പ്രകാശ. ആ, ഓക്കെ ബൈ ബൈ. സിദ്ധു, ബൈ ബൈ. പ്രകാശ, ആ, ഓക്കെ. ഓടെ. അതെ, ആ FD കസ്റ്റം ശരിക്കും എനിക്ക് വന്ന ഞാനാ തട്ടി ഇപ്പത്തെത്തിച്ച്. സ്മരണ വേണോട്ടോ, സ്മരണ. കാറ് മേടിച്ചെന്റെ ചെലവോലും ചെയ്തിട്ടില്ല കേട്ടോ. ഓർമ്മിച്ചോട്. പ്രകാശ, നീ പറയാനുള്ള പറഞ്ഞാൽ മതി, ഇങ്ങനെ മേത്തരക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് തൊടാൻ പാടില്ലേ? സോറി. ഹലോ. Hello. Hi, Sid. Come in. യെസ് മാം. ഓവർ ടൈം പണി നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ മാം? Come, sit. തനിക്ക് തരാൻ വാങ്ങിച്ചത്. താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ whatever you like. ഇന്ന് കുറച്ച് തിരക്കുണ്ട് മാം, നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. It's okay. See you tomorrow. See you, ma'am. ശേ, എന്നെ ഒന്നും വിളിക്കാത്തെന്താണ്? He said, my gift. Thank you. You're welcome. വൈകിട്ട് ഇതിന് മാത്രം എന്താ പരിപാടി? ശേ, പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ. ആ ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്, ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാനെത്തി. നീ എവിടെ? ഞാനിവിടെ 3rd ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? വാ.